നേരത്തെ അല്ല ശ്രീജിത്ത്, ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു സമവായ ചർച്ചയ്ക്കൊന്നും സ്കോപ്പില്ലാത്തവണ്ണം ഓൾമോസ്റ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നു ഗീതാ ഗോപിയുടെ പേര്. ആ സ്ഥാനാർത്ഥി അപകടകാരിയാണെന്നും കാശ് വാങ്ങി സീറ്റ് വിറ്റതാണ് പേയ്മെന്റ് സീറ്റ് എന്നുള്ള ആരോപണത്തെ ആ ശാപത്തിൽ നിന്ന് CPIക്ക് മോചനമില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും കേൾക്കും ഇതുപോലൊരു പേയ്മെന്റ് സീറ്റ് ആരോപണം. അങ്ങനെ ഔട്ട്റൈറ്റായി ഇറങ്ങി നിന്ന് വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറഞ്ഞ CC മുകുന്ദനെ സിറ്റിംഗ് MLA പുറത്താക്കലല്ലാതെ CPIക്ക് മുന്നിൽ മറ്റു വഴിയുണ്ടോ? ഹഷ്മി, ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ R. ശ്രീജിത്ത് പൊളിറ്റിക്കൽ എഡിറ്റർ അതുമായി ചേർന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മുകുന്ദന് വിനയായത് പ്രാദേശികമായ എതിർപ്പാണ്. നാട്ടികയിൽ CC മുകുന്ദന് സീറ്റ് നഷ്ടപ്പെടുത്തിയത് മണ്ഡലം കമ്മിറ്റിയുടെ എതിർപ്പാണ്. അദ്ദേഹം പറയുന്ന സാമ്പത്തിക കാര്യങ്ങളല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ കൂടെ വരുന്നുണ്ട്. ആ മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് ഇങ്ങനെയാണ്. ഒപ്പം തന്നെ BJP ക്ഷണിച്ചിട്ടും പോകാതിരുന്നത് ഗീതാ ഗോപിക്ക് അനുകൂലമായി എന്ന രീതിയിൽ ഉള്ള ഒരു റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. ശ്രീജിത്ത്, അതുതന്നെയാണ് അല്പസമയം മുൻപ് CC മുകുന്ദൻ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. ചില നേതാക്കൾക്ക് തന്നോട് അതൃപ്തിയുണ്ട്, പാർട്ടി പറഞ്ഞതുപോലെ പണം പിരിച്ചു നൽകാൻ കഴിയില്ല എന്ന് മുകുന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗീതാ ഗോപി BJPയിലേക്ക് എന്ന തരത്തിൽ BJP ക്ഷണിച്ചു, ഗീതാ ഗോപിയെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അത് അവർ തന്നെ വരുത്തിയതാണ്. CPI നേതൃത്വത്തെ ഒരു ഭീഷണി എന്ന തരത്തിലേക്ക് അവർ തന്നെ വരുത്തിയതാണ്. അല്ലെങ്കിൽ അങ്ങനെ BJP ക്ഷണിച്ചിട്ടും പോകുന്നില്ല എന്ന ഒരു പ്രതീതി വരുത്താൻ ഗീതാ ഗോപി ശ്രമിച്ചത് എന്ന തരത്തിലാണ് മുകുന്ദന്റെ ആക്ഷേപം. അതൊരു തരികിട പണിയാണ് എന്നാണ് മുകുന്ദൻ അല്പസമയം മുൻപ് പറഞ്ഞു വെക്കുന്നത്. അതായത് കൃത്യമായ രീതിയിൽ കോൺഗ്രസ് സമീപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു സമവായ ചർച്ചയ്ക്കുള്ള യാതൊരു സ്കോപ്പും നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതുവരെ CPIയുടെ നേതാക്കൾ, നമ്മൾ അല്പസമയം മുൻപ് CPIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ വന്ന് കാണും, മുകുന്ദനെ വന്ന് കാണുമെന്ന തരത്തിലായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ളൊരു സ്കോപ്പൊന്നും ഇനി ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അങ്ങനെ കണ്ടാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ മുകുന്ദൻ വഴങ്ങുമോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു സംശയങ്ങളുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി അനുസരിച്ച് പരസ്യമായൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതൊരു അനുനയം എന്ന തരത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. സാധാരണ ഒരു കേഡർ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPI ആയിക്കോട്ടെ CPIM ആയിക്കോട്ടെ, അവർ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണം, പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞാൽ CPI നേതാവും വൈക്കം മുൻ MLA K. അജിത്ത് ചേർന്നുണ്ട്. അദ്ദേഹം അല്പനാൾക്ക് മുമ്പാണ് BJPയിൽ ചേർന്നത്. സുഖേത്ത് CC മുകുന്ദൻ അവിടെ ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയാണ്. പേയ്മെന്റ് സീറ്റ് ആണെന്നുള്ള ആരോപണം. ഒരു മുൻ CPI നേതാവ് MLA എന്നുള്ള നിലയിൽ ആ പ്രതികരണത്തോട് അങ്ങയുടെ പ്രതികരണം എന്താണ് രാജിത്ത്? ഇത് പേയ്മെന്റ് സീറ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയില്ല. പക്ഷേ മൂന്നേട്ടന് പാർട്ടി കാണിച്ചത് ഒരു നീതികേടാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ പലർക്കും ഇളവ് കൊടുക്കുകയും പലരും അങ്ങോട്ടും മാറ്റുകയും ചെയ്യുമ്പോൾ സീനിയർ നേതാവായിട്ടുള്ള മൂന്നേട്ടൻ അല്ലെങ്കിൽ മാറ്റത്തിന്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു. ഒരുപക്ഷെ മൂന്നേട്ടന്റെ ആരോപണങ്ങൾ ശരിയാകാം, ശരിയാകാതിരിക്കാം, അത് കാലം തെളിയിക്കുന്നതാണ്. എന്നിരുന്നാലും മൂന്നേട്ടന്റെ ആ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടിയുടെ തീരുമാനമാണല്ലോ, അതിന് പല ഘടകങ്ങൾ ഉണ്ടാവില്ലേ ശ്രീ അജിത്ത്? ഇപ്പോൾ അവിടെ ആ കമ്മിറ്റിയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് സംസ്ഥാന അങ്ങനെ തീരുമാനം എടുക്കൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളും ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു തവണ സീറ്റ് കിട്ടിയില്ല എന്ന് കരുതി ഉടനെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായ ശരിയുണ്ടോ അതിൽ? അല്ല, എന്തുകൊണ്ടും മറ്റുള്ളവർക്ക് ഇളവ് കൊടുക്കും മൂന്നേട്ടൻ ഇളവ് കൊടുക്കാത്തത് എന്താ? മൂന്നേട്ടൻ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വലിയ സംഭാവനകളും പ്രവർത്തനങ്ങളും അത് പറഞ്ഞോളൂ അജിത്ത്, കേൾക്കാം. ശരികേടാണ്, അത് നീതിയല്ല. പിന്നെ അദ്ദേഹം ഈ പാർട്ടിയിൽ ഇന്നലെ വരെയും പ്രവർത്തിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന് മാറുന്ന എന്താണ് അയാളെ ആയോഗിച്ചത്? താങ്കൾ തന്നെ രണ്ട് തവണ MLA ആയി. 2 തവണ MLA ആയവർ എത്ര പേരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? എന്നിട്ട് വളരെ പെട്ടെന്ന് BJPയിലേക്ക് പോവാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ട നമ്മൾ ഇക്കാലം ചെയ്ത രാഷ്ട്രീയമൊക്കെ മറന്നിട്ടാണല്ലോ ആ പോക്ക്. അതൊക്കെ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ദഹിക്കുക? ഞാൻ അങ്ങനെ വ്യക്തിപരമായി പറയുകയല്ല, പൊതുവിലുള്ള ആ രാഷ്ട്രീയത്തോട് ഞാൻ ചോദിക്കുകയാണ്. പറയാമല്ലോ, ഞാൻ 2 തവണ MLA ആയതിനു ശേഷം അടുത്ത ആൾ വന്ന് CKSയുടെ പോളിംഗ് ചെയ്ത് ഇലക്ഷൻ ഏജന്റായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. 10 വർഷം കഴിഞ്ഞാണ് ഞാൻ BJPയിലേക്ക് മാറുന്നത്. ഈ 10 വർഷം കഴിഞ്ഞ് മാറുന്നതിന്റെ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ മാറാൻ മുഖ്യമായി ആലോചിച്ചത് നാടിന്റെ വികസന പ്രക്രിയയിൽ BJP നൽകുന്ന സംഭാവന വലിയ വലുതാണ്, കേരളത്തിൽ നടപ്പിലാകണം എന്നതിന്റെ പക്ഷത്താണ് ഞാൻ മാറാൻ തീരുമാനിച്ചത്. ഓക്കെ, ഇപ്പൊ ബിഗ് ബ്രേക്ക് വരുന്നുണ്ട്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു CC മുകുന്ദൻ എന്ന ആ ഒരു വാർത്ത കൂടി ഇപ്പോൾ ശ്രീജിത്ത് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ, നിർണായക നീക്കവുമായി AICCയുടെ തീരുമാനം CC മുകുന്ദനെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ശ്രീജിത്ത് ഇനിയിപ്പോൾ അറിയേണ്ടത് CC മുകുന്ദന്റെ തീരുമാനമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ പിന്തുണയ്ക്കാം എന്ന
സന്നദ്ധത KC വേണുഗോപാൽ അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടികയിൽ സിറ്റിംഗ് MLA UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന ഒരു വല്ലാത്ത പ്രത്യേകത ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനായോ ശ്രീജിത്ത്? ഒരു 90% അക്കാര്യത്തിൽ ഉറപ്പിക്കാം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. CPI നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും CPI നേതാക്കളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണം, മുകുന്ദനെ ഒപ്പം നിർത്തുമെന്ന തരത്തിലുള്ള പ്രതികരണം ഒന്നും തന്നെ പൂർണ്ണമായി വരുന്നില്ല. കാരണം അവർക്കും തെല്ലൊരാശങ്കയുണ്ട്. കാരണം എങ്ങനെ തീർച്ചയായും ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണമാണ് മുകുന്ദൻ നടത്തിയത്. അത് ഗീതാ ഗോപിക്കെതിരെ നടത്തി, ചില നേതാക്കൾക്കെതിരെ നടത്തി. അല്പസമയം മുൻപ് നമ്മോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞ് കള്ളൊപ്പിട്ട്, വ്യാജ ലെറ്റർ പാഡിൽ കള്ളൊപ്പിട്ട് പണം തട്ടാൻ CPI നേതാക്കളിൽ ചില ശ്രമിച്ചു. അതിന് മുതിർന്ന നേതാക്കളുടെ കൂട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ നേതാക്കളാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയത് എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെ CC മുകുന്ദൻ തുറന്നടിക്കുകയാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതിയല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും, ആഷ്മിക്കും ക്രിസ്റ്റീനയ്ക്കും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമാണ് സംഘടനാ നടപടി വരും. കേഡർ പ്രസ്ഥാനമാണ്, ഉറപ്പായും സംഘടനാ നടപടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ കാരണം കാണിക്കല, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണമൊക്കെ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി സംഘടനാ നടപടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ അതിൽ അജിത്ത് പറയുന്നത് പോലെ മുകുന്ദനുമായി സംസാരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബിനോയ് വിശ്വം ഇവിടെ വന്ന സമയത്ത്, ഈ മുന്നേറ്റ ജാഥയുടെ, വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി ഇവിടെ വന്ന സമയത്ത് ബിനോയ് വിശ്വം സംസാരിച്ചപ്പോൾ താൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, താൻ മറ്റൊരു തരത്തിൽ പുറത്തേക്ക് ആളുകളോടൊന്നും സംസാരിക്കാതിരുന്നാൽ മാത്രം മതി എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ അതൊരു ഉറപ്പായി, അതായത് ഇനിയും മത്സരിപ്പിക്കുമെന്നൊരു ഉറപ്പായി ഒരുപക്ഷെ മുകുന്ദൻ കരുതിയിരിക്കാം. പക്ഷേ മണ്ഡലം നേതൃത്വം നേരത്തെ ശ്രീജിത്ത് പൊളിറ്റിക്കൽ ബ്രേക്കായി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ അത് ഗ്രൗണ്ടിൽ റിയാലിറ്റിയാണ്. മണ്ഡല നേതൃത്വം പൂർണ്ണമായും മുകുന്ദനെ തള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. മുകുന്ദൻ ജനങ്ങളുമായിട്ട് ഇടപെടുന്നില്ല, മണ്ഡല നേതാക്കളുമായി പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് മുകുന്ദനെ മത്സരിപ്പിച്ചാൽ അത് പരാജയപ്പെടുമെന്ന തരത്തിലാണ് മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടന്നത്. അങ്ങനെ മുകുന്ദൻ്റെ പേരടക്കം അവസാന ഘട്ടത്തിൽ പറയാൻ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് ജില്ലാ കമ്മിറ്റിയിൽ പോയപ്പോഴും ജില്ലാ കൗൺസിലിൽ പോയപ്പോഴും അത് അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നാമമാത്രമായ ആളുകൾ മുകുന്ദൻ്റെ പേര് വെച്ചു. പക്ഷേ നിലവിലെ സിറ്റിംഗ് MLA ആണ്. CPI 2 ടേം ഉണ്ട്. അതിലൊരു ടേം മാത്രമേ മുകുന്ദൻ മത്സരിച്ചിട്ട് ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മുകുന്ദനെ കൂടി ആ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വം എന്തായാലും പൂർണ്ണമായി വെട്ടി. നേരത്തെ പറഞ്ഞ പോലെ BJP-യിലേക്ക് ക്ഷണിച്ചിട്ടും പോയില്ല എന്നത് ഗീതാ ഗോപിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം. പക്ഷേ ഈ ടേം വ്യവസ്ഥ ഗീതാ ഗോപിക്ക് ബാധകമല്ലേ എന്നാണ് മുകുന്ദൻ ചോദിക്കുന്നത്. എന്തായാലും ഒരു വിസ്മയത്തിന് ഒരു 90% സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ മറുപക്ഷത്തുനിന്ന് ഏതെങ്കിലും ചർച്ചകൾ നടത്തിയ വിസ്മയം ബ്ലോക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടായ അസ്വാരസ്യങ്ങളിൽ, ഇതുവരെ ഉണ്ടായ വിയോജിപ്പുകളിൽ ഒരു മേജർ പൊട്ടിത്തെറി എന്ന് പറയാൻ കഴിയുന്നത് നാട്ടികയിൽ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.